ഹായ് ഓൾ അസ്സലാമു അലൈക്കും. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഡയപ്പറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റാഷസ് വരും, പെട്ടെന്ന് തന്നെ റാഷസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ കരച്ചിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കും. ചിലപ്പോൾ പതുക്കെ അത് സങ്കടമായി മാറും, സങ്കടത്തിൽ നിന്ന് അത് പെട്ടെന്ന് തന്നെ ദേഷ്യത്തിലേക്കും മാറും. കാരണം ഒരുപാട് സമയം കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജോലികളോ നമുക്ക് അവരെ കെയർ ചെയ്യേണ്ട രീതികളൊക്കെ നമ്മൾ മറന്നു പോകും. അപ്പൊ നമുക്ക് ദേഷ്യത്തിലൊക്കെ വരാം. എനിക്കും വരാറുണ്ട് കേട്ടോ, ഞാനും മക്കളെ നോക്കുന്ന സമയത്ത് എനിക്കും വരാറുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ ദേഷ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂളാവുകയും ചെയ്യും. പിന്നെ നമുക്കത് വലിയൊരു സങ്കടമാവും മക്കളോട് നമ്മൾ ദേഷ്യപ്പെട്ടതൊക്കെ. കുട്ടികളെ സംബന്ധിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും, അവരെ വലിയ വലിയ കരച്ചിലുകൾക്ക് കാരണമാവും. അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു വലിയൊരു പ്രശ്നത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ ഒരു 80% ആളുകളും സ്ഥിരമായിട്ട് വീട്ടിലാണെങ്കിലും പുറത്തു പോകുമ്പോഴാണെങ്കിലും ഡയപ്പർ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് റാഷസ് വരാം, കുട്ടികളുടെ കരച്ചിൽ കാരണമാവുകയും ചെയ്യും. റാഷസ് കൂടി കൂടി വീണ്ടും വീണ്ടും ഡയപ്പർ യൂസ് ചെയ്താൽ കുട്ടികൾക്ക് റാഷസ് കൂടും, അത് പെയിൻ ആകും, മുറിവുണ്ടാവും, അതുപോലെ തന്നെ അത് ഇറിറ്റേഷൻ ആവും, അണുക്കളൊക്കെ വരാൻ തുടങ്ങും. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. രാത്രിയും പകലൊന്നും ഇല്ലാത്ത കുട്ടികൾ ഭയങ്കരമായിട്ട് കരച്ചിലായിരിക്കും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ ഡയപ്പർ യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ഈ റാഷസ് ഒക്കെ വരാതിരിക്കാനും വന്നത് മാറ്റിയെടുക്കാനും നമുക്ക് കഴിയും. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റീയൂസബിൾ ഡയപ്പറായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം റീയൂസബിൾ ഡയപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ മൂത്രമൊക്കെ മാത്രമല്ലല്ലോ അപ്പിടും ചെയ്യൂലേ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ആയിട്ടില്ല എങ്കിൽ കുട്ടികൾക്ക് റാഷസ് വരാം. പിന്നെ അത് വെയിലത്തിട്ട് ഉണക്കിയിട്ടില്ല, ചെറിയൊരു വെറ്റായിട്ട് ചെറിയൊരു നനവ് പോലും അതിലുണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് ഇൻഫെക്ഷൻ കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ളൊരു കാര്യം, നമ്മൾ 6 മണിക്കൂർ 5 മണിക്കൂറും അല്ലെങ്കിൽ ഓവർ നൈറ്റ് ഒക്കെ കുട്ടികൾക്ക് പാമ്പേഴ്സ് വെച്ചെടുക്കുന്നതായിട്ട് പറയാറുണ്ട്, പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കുട്ടികളാവുമ്പോൾ കൂടുതൽ തവണ ഒന്നിൽ കൂടുതൽ 2ൽ കൂടുതലൊക്കെ തവണ ഒത്തിരി തവണ മൂത്രയിക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് അത് പെട്ടെന്ന് റാഷസ് വരാം. മൂത്രത്തിന്റെ പുളിപ്പൊക്കെ കയറിയിട്ട് ചെറിയ കുട്ടികളാവുമ്പോൾ ഇൻഫെക്ഷൻ പെട്ടെന്ന് കയറും. ചെറിയ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നല്ലേ മക്കൾക്കുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് തന്നെ ഇൻഫെക്ഷൻ വരികയും ചെയ്യും. അപ്പൊ മുറിവൊക്കെ ആവുകയും ചെയ്യും. അപ്പൊ നമുക്കത് റാഷസിന്റെ കൂടെ മുറിവും കൂടെ ആവുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വീണ്ടും വീണ്ടും പാമ്പേഴ്സ് യൂസ് ചെയ്തിരുന്നാല് അത് മാറി കിട്ടൂല, റാഷസ് ഒരിക്കലും മാറി കിട്ടൂല, അതവിടെ ഡാർക്ക് കളറായി വരികയും ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, റാഷസ് വന്നാൽ ഒരിക്കലും വീണ്ടും അത് മാറിക്കഴിയാതെ ഡയപ്പർ യൂസ് ചെയ്യരുത്. കാരണം ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ എയർ ടൈറ്റ് ആയിട്ട് നിൽക്കും, വിയർപ്പ് പോവാതെ. അതുപോലെ തന്നെ സ്കിന്ന് ചൂടായിട്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും റാഷസ് കൂടി കളർ ചേഞ്ച് ആവാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കരച്ചിൽ കൂടുതലായിട്ട് വരാനും ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കുട്ടികളിൽ ഡയപ്പർ യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന വന്ന റാഷസ് മാറ്റിയെടുക്കാനും വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് കുളിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാ ദിവസവും കുളിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തേങ്ങാപ്പാലോ കുറച്ച് മഞ്ഞൾ, സാധാരണ പച്ചമഞ്ഞളോ യൂസ് ചെയ്തിട്ട് അത് രണ്ടും മിക്സ് ചെയ്തിട്ട് ശേഷം കുട്ടികളെ 1/2 മണിക്കൂർ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ എപ്പോഴും കഴുകി എടുക്കുകയാണെന്നില്ല, കുളിപ്പിച്ച് കഴിഞ്ഞാലൊക്കെ ടവൽ ഉപയോഗിച്ച് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക. സ്കിന്നിൽ ഒരിക്കലും കുട്ടികളാവുമ്പോൾ എപ്പോഴും ഇടയ്ക്കൊക്കെ കയ്യിലും ശരീരത്തിലും കാലിലൊക്കെ ചുളിവുകളൊക്കെ ഉണ്ടാവും. അപ്പം മടക്കുകളൊക്കെ എല്ലായിടത്തും പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക, ഡ്രൈ ആക്കി ടവൽ കൊണ്ട് ഒപ്പി എടുക്കുക. അതിനുശേഷം കുട്ടികൾക്ക് മോയ്സ്ചറൈസ് ക്രീമോ അല്ലെങ്കിൽ ഈ വെർജിൻ കോക്കനട്ട് ഓയിലോ ജസ്റ്റ് പുരട്ടി കൊടുക്കുക. അല്ലെങ്കിൽ അതില്ല എങ്കിൽ നമുക്ക് വാസ്ലിൻ ജെല്ലി ഉപയോഗിക്കാവുന്നതാണ്. വാസ്ലിൻ ജെല്ലി ഒരുപാട് ഉപയോഗിക്കരുത്, ഒരല്പം മാത്രം കുട്ടികൾക്ക് ആവശ്യത്തിലുള്ള മാത്രം. റാഷസ് വരുന്ന ഏരിയയിലോ അല്ലെങ്കിൽ കൈകളിലൊക്കെ മടക്ക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ റാഷസ് വരാൻ ചാൻസ് ഉള്ള ഏരിയകളിൽ മാത്രം പുരട്ടി കൊടുക്കുക. പിന്നെയുള്ളത്, ചെറിയ ചൂടുവെള്ളത്തിൽ ഇന്ദുപ്പനെ ഉപയോഗിക്കാൻ നോക്കുക. സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്ന ഉപ്പ് ഉപയോഗിക്കാതെ ഇന്ദുപ്പനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. 1 ടീസ്പൂൺ ഇന്ദുപ്പ് 2 ലിറ്റർ വെള്ളത്തിലേക്കാണ് കേട്ടോ എടുക്കേണ്ടത്. ആ വെള്ളം ചെറിയ ചൂടിൽ നമുക്ക് കുട്ടികളെ റാഷസ് വരുന്ന ഏരിയ ഒക്കെ കഴുകിയെടുക്കാവുന്നതാണ്. എന്നിട്ട് അത് ഡ്രൈ ആക്കി ഏതെങ്കിലും ക്രീമോ അല്ലെങ്കിൽ ഇതുപോലെ വാസ്ലിൻ ജെല്ലിയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെയുള്ളത് ആപ്പിൾ സിഡർ വിനെഗറാണ്. അതിനെ ഒരു 10 ml മാത്രം 2 ലിറ്റർ വെള്ളത്തിലേക്ക് എടുക്കുക. ഡയറക്റ്റ് അത് ഒരിക്കലും യൂസ് ചെയ്ത് ചെറിയ നീറ്റിലുണ്ടാവും. അപ്പോൾ മക്കൾക്ക് അത് കഴിയില്ല. ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ അത് പറയാൻ കഴിയില്ല, അവർ ഭയങ്കര കരച്ചിലായിരിക്കും.
ജസ്റ്റ് ആ ഒരു സെക്കൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് തന്നെ അത് നീറ്റിൽ പോകുകയും ചെയ്യും. അത് മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് റാഷസ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു ടിപ്പാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഡയപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ടൈറ്റ് ഉള്ളതും ഒരുപാട് ലൂസ് ഉള്ളതും വാങ്ങാണ്ടിരിക്കണം. കാരണം കുട്ടികൾക്ക് ലൂസ് ഉള്ളതാണെങ്കിൽ ലീക്കേജ് വരും, പെട്ടെന്ന് തന്നെ റാഷസും ഇറിറ്റേഷനും ഒക്കെ വരും. കുട്ടികൾക്ക് അത് ഭയങ്കര ഡിസ്കംഫേർട്ട് ആവും. ഒരിക്കലും കംഫർട്ടായിരിക്കാൻ കഴിയില്ല. ടൈറ്റ് ഉള്ളതാവുമ്പോൾ അവർക്ക് അതുപോലെ തന്നെയാണ്. ടൈറ്റ് ഉള്ളതാവുമ്പോഴും കംഫർട്ടായിട്ട് ഒരിക്കലും ഇരിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് റെഡ് കളറൊക്കെ വരും, കാലിനൊക്കെ റെഡ് കളർ വരും. പിന്നെ ഉള്ളത് റാഷസും ഇറിറ്റേഷനും ഒക്കെ പെട്ടെന്ന് തന്നെ കൂടി വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് റീയൂസബിൾ ഡയപ്പർ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. വൺ ടൈം യൂസ് ചെയ്യുന്ന ഡയപ്പർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കുട്ടികൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ചില സമയങ്ങളിലൊക്കെ 2 പ്രാവശ്യം ഒരു മണിക്കൂറിൽ ചിലപ്പോൾ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടുമ്പോഴൊക്കെ നമുക്ക് ഡയപ്പർ മാറ്റേണ്ടി വരും. ആ സമയത്ത് വീണ്ടും റീയൂസബിൾ ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഉണക്കാനൊക്കെ ടൈം കിട്ടൂല, ഡ്രൈ ആക്കി എടുക്കാനൊക്കെ ടൈം കിട്ടൂല. അപ്പോൾ ചെറിയൊരു വെറ്റായിരിക്കുന്ന സമയത്തും നമ്മളത് അത് അറിയാതെ പോലും യൂസ് ചെയ്താൽ പോലും കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഇറിറ്റേഷനും ഇതൊക്കെ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കുട്ടികൾക്ക് ഡയപ്പർ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുട്ടികളെ കഴുകി ക്ലീൻ ആക്കി ടവൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള മോയ്സ്ചർ ചെയ്തിട്ടും അല്ലെങ്കിൽ വാസ്ലീനോ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും തരത്തിൽ അത് ചെറുതായിട്ട് ഉപയോഗിച്ചതിന് ശേഷം മാത്രം കുട്ടികൾക്ക് ഡയപ്പർ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുമായിട്ട് കുട്ടികൾക്ക് കൂടുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റാഷസ് മാറാതെ ഡാർക്ക് കളറായി കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പീഡിയാട്രീഷ്യനെ കാണിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ഹിസ് ലൈഫ്.